എൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മാത്രം മത്സരിച്ചാൽ മതിയായിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിവാര്യമായിരുന്നില്ല. ഏതായാലും രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി ആവുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ഒരു ഉത്തേജനം കോൺഗ്രസ്സിന് സാധ്യമാകുമായിരുന്നു. തിരിച്ചാണെങ്കിലും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയും അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയും റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി പോവുകയായിരുന്നെങ്കിൽ പോലും അത് അക്സെപ്റ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിനകത്ത് രണ്ട് കുടുംബാംഗങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ബി ജെ പിയുടെ നെറേറ്റീവ് ആകും എന്ന് ഭയന്നു എന്നല്ല ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനം പോലുമില്ല. കാരണം പ്രിയങ്ക ഗാന്ധി ഇന്ന് AICC ജനറൽ സെക്രട്ടറിയാണ്. AICC ജനറൽ സെക്രട്ടറി ആയ ആൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിനകത്ത് ഇനിയിപ്പോൾ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന പ്രസംഗങ്ങളിലെ ആശയങ്ങളെല്ലാം സ്റ്റൈലാണ്, വളരെ പഴക്കമുള്ളതാണ്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ BJPയുടെ മൂന്നാം തരം നേതാക്കളിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ തന്നെയും നരേന്ദ്രമോദി ഏതെങ്കിലും തരത്തിലൊരു കുടുംബാധിപത്യം എന്ന ആശയം ഉൽപ്പാദിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആഖ്യാനത്തെ മാറ്റിമറിച്ച് കളയും എന്നൊന്നും വിശ്വസിക്കാൻ വയ്യ. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ഒരു പ്രധാനപ്പെട്ട ബാറ്റിൽ ഗ്രൗണ്ടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബീഹാർ, മഹാരാഷ്ട്ര, ഒരു പരിധിവരെ രാജസ്ഥാനൊക്കെ പോലെ തന്നെ ഉത്തർപ്രദേശും മത്സരശേഷിയുള്ള ഒരു സംസ്ഥാനമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നിരീക്ഷണം. BJP 50 സീറ്റുകളിലേക്കോ അതിൽ താഴെയോ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, നമ്മളിവിടെ പ്രധാനമായും സാമൂഹ്യ മാധ്യമങ്ങൾ ഈ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിസ്സിങ് എന്ന് പറയുന്നത്, വാർത്തയുടെ കാര്യത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മിസ്സിംഗ് എന്ന് പറയുന്നത് ഇത് പത്രങ്ങളോ ടെലിവിഷൻ മാധ്യമങ്ങളോ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആദ്യം അവർ കൊടുത്ത സർവേകളുണ്ടല്ലോ, അതായത് ഏതാണ്ടൊരു 400 പാറിൻ്റെ അടുത്തേക്ക് എന്ന് പറയുന്ന സർവേ ഉണ്ടല്ലോ, ആ സർവേക്ക് അനുസരിച്ചുള്ള റിപ്പോർട്ടിംഗ് യഥാർത്ഥത്തിൽ ദേശീയ ദിനപത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൃശ്യം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണങ്ങളാണ്. നോക്കിയത് ഫത്തേപൂർ സിക്രിയാണ് ഉണ്ണി. ഈ ഫത്തേപൂർ സിക്രിയിൽ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വരുമ്പോൾ ആളുകൾ ചിലപ്പോൾ കൂടുമായിരിക്കും, നമുക്ക് വേണമെങ്കിൽ ആളുകളെ കൂട്ടാൻ കഴിയും. പക്ഷേ ആളുകളുടെ റിയാക്ഷൻ നിങ്ങളൊന്ന് നോക്കണം. അവരെല്ലാം തന്നെയും പ്രിയങ്ക ഗാന്ധിയോട് താതാത്മ്യം പ്രാപിക്കുന്നു. അവരെല്ലാം പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗങ്ങളെ റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്, അവരെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസം ഈ വിഭവങ്ങൾ പുനർവിതരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ, അതിന് പ്രിയങ്ക ഗാന്ധി നൽകിയിട്ടുള്ള മറുപടി, പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ത്യാഗം എന്ന് പറയുന്നത് അവരുടെ പിതാവിൻ്റെ നഷ്ടമാണല്ലോ, അമ്മയുടെ മംഗല്യസൂത്രം. നോക്കൂ, എന്താ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ നാട് 10 വർഷം ഭരിച്ച ഒരു സംസ്ഥാനം 15 വർഷം ഭരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് പറയാണ് നിങ്ങളുടെ അമ്മമാരുടെ പെങ്ങന്മാരുടെ മംഗല്യസൂത്രം എടുത്തിട്ട് മാപ്പിളാർക്ക് കൊടുക്കും എന്ന് പറയാണ്. അത്രയും ശോഷിച്ച ദൗർബല്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആഖ്യാനമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ചടുലമായ പ്രസംഗം എന്നതിനപ്പുറത്ത് അവർക്ക് ഹിന്ദി ഭാഷയിലുള്ള വഴക്കം, അവർ രാഹുൽ ഗാന്ധിയെ പോലും അല്ല കേട്ടോ. രാഹുൽ ഗാന്ധിക്കൊക്കെ തന്നെയും നല്ല ഹിന്ദി വാക്കുകൾ കിട്ടാനോ അല്ലെങ്കിൽ അതിനകത്ത് വളരെ ലളിതമായി സംസാരിച്ചു പോകാനോ ഒക്കെ ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന ആളാണ്. പ്രിയങ്ക ഗാന്ധി അങ്ങനെയല്ല. അവർ യഥാർത്ഥത്തിൽ ക്രൗഡുമായി സംവദിക്കുകയാണ് ചെയ്യുന്നത്, അവർ ക്രൗഡിനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ സംഭാഷണത്തിനോട് ആളുകൾ പ്രതികരിക്കുന്നത്, ഇപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എടുത്തു നോക്കിയാൽ മതി. പ്രിയങ്ക ഗാന്ധി ഇന്നിപ്പോൾ അവരുടെ പ്രസംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിൽ തന്നെ ഹിറ്റായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വേർഷൻ തന്നെയാണ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ അമേഠി എന്ന് പറയുന്ന ലോക്സഭാ സീറ്റിൽ മത്സരിപ്പിക്കുകയാണ് എങ്കിൽ
നേരത്തെ പറഞ്ഞ ഈ സ്മൃതി ഇറാനി ഉണ്ടല്ലോ, ഓ വാ രാഹുൽ ഗാന്ധി വാ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാ, അവരുടെ ഒരു അജണ്ടയ്ക്കനുസരിച്ച് കോൺഗ്രസ് നിന്നു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർ വെല്ലുവിളിക്കുന്നതിനനുസരിച്ചാണോ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്? അമേഠിയിലെ സ്മൃതി ഇറാനിക്ക് എന്തായാലും പേരെന്താ, കിഷോരിലാൽ ശർമ്മ മതി എന്ന് കോൺഗ്രസ് ഇട്ടുകൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. അതാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇനി അതിനകത്ത് ചിലപ്പോൾ അമേഠിയിൽ പ്രിയങ്ക മത്സരിച്ചാൽ ജയിക്കുമായിരിക്കും, അല്ലെങ്കിൽ കിഷോരിലാൽ ശർമ്മ മത്സരിച്ചാൽ തോൽക്കുമായിരിക്കും. എങ്കിൽ പോലും സ്മൃതി ഇറാനി എന്ന് പറയുന്ന BJPയുടെ ഈ നേതാവിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രേ സിഗ്നിഫിക്കൻസ് ഉള്ളൂ എന്നാണ് കോൺഗ്രസ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ ഫത്തേപൂർ സിക്രിയിലെയും നോക്കൂ, അടുത്ത ദിവസം അവർ ബീഹാറിലേക്ക് പോവുകയാണ്, അതിൻ്റെ അടുത്ത ദിവസം അവർ മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ്. വലിയ നിലയിൽ അവർക്ക് പ്രോഗ്രാം ചാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ പ്രിയങ്ക ഗാന്ധിയെ കണ്ടതാണ് ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ. അവരുടെയൊക്കെ സാന്നിധ്യം ആ ഘട്ടത്തിൽ വളരെ പരിമിതമായ, കാരണം കോൺഗ്രസിൻ്റെ ഈ വിഴുപ്പു ഭാണ്ഡം ഉണ്ടല്ലോ, ഈ 70 വർഷക്കാലം രാജ്യം ഭരിച്ചു. ആ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ അവിടെ റിവൈവ് ചെയ്യാനൊന്നും പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസൻസ് അവരുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ ആളുകൾ തിരിച്ച് പ്രിയങ്ക ഗാന്ധിയോട് റിയാക്ട് ചെയ്യുന്നതൊക്കെ തന്നെയും കോൺഗ്രസിൻ്റെ റിവൈവൽ ഉത്തർപ്രദേശിൽ, അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഉത്തേജനം, ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഉത്തേജനമാണ് യഥാർത്ഥത്തിൽ സാധ്യമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് ഓരോ വീഡിയോയിലും, പ്രിയങ്ക ഗാന്ധിയുടെ ഓരോ വീഡിയോയിലും നമുക്ക് അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ജനക്കൂട്ടമുണ്ട്. പക്ഷേ ആ ജനക്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദിയായി കണക്ട് ചെയ്യാൻ കഴിയുന്നതായി നമ്മൾ കാണുന്നില്ല. ഇന്നു തന്നെ ഏതോ മിമിക്രി ആർട്ടിസ്റ്റ് പ്രസംഗിക്കുന്ന പോലെയാണ് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത്. എന്താ പേടിച്ചു പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, പേടിച്ചു പോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനോടൊന്നും ആളുകൾ ചിരിക്കുന്നുണ്ടാവുമായിരിക്കും, പക്ഷേ അതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കലായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയങ്ക ഗാന്ധി കുറെ കൂടി ഡൗൺ ടു എർത്താണ്, എങ്ങനെ പ്രസംഗിക്കണമെന്നറിയാം. ഏത് വിഷയങ്ങൾ പ്രസംഗിച്ചാലാണ് ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയുമായി അല്ലെങ്കിൽ BJP ഇതര ബ്ലോക്കുമായി താതാത്മ്യം പ്രാപിക്കാൻ പറ്റുമോ, അതുമായി കണക്ട് ചെയ്യാൻ കഴിയുക എന്നത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രസംഗം ഫോർമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിത് കാണുന്നത്. നോക്കൂ, രാജീവ് ഗാന്ധിയുടെ മരണം എടുക്കാം, കാരണം പ്രിയങ്ക ഗാന്ധിക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധിയോട് അല്ലെങ്കിൽ ഈ രാജ്യത്തിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? ഈ പറയുന്ന രാജ്യത്തിൻ്റെ വിഭവങ്ങളൊക്കെ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു. ഈ പുനർവിതരണമൊക്കെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ എന്താണ് രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന് കൊടുത്തത് എന്ന് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന പിതാവ് മരിക്കുമ്പോൾ ചെറിയ കുട്ടിയായിരുന്ന പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചോളം രാജ്യത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്. അതാ പറയുന്നത്, ഞാൻ ആ കാലഘട്ടത്തിൽ വിചാരിച്ചത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചതാണ്, ഈ രാജ്യത്തെ ഏൽപ്പിച്ചതാണ് എൻ്റെ അച്ഛനെ, നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളും എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പിതാവിനെ രാജ്യത്തെ ഏൽപ്പിച്ചത്. പക്ഷേ കഷണങ്ങളാക്കി തിരിച്ചു തന്നപ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് രക്തസാക്ഷിത്വത്തിൻ്റെ വില എന്താണ്, രക്തസാക്ഷിത്വത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കിയത്. ഇവിടുത്തെ കർഷകർക്ക്, തൊഴിലാളികൾക്ക് അതറിയാം. അവർ ഓരോ കാലഘട്ടത്തിലും ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2 ഘട്ടങ്ങൾ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇനി വരാനിരിക്കുന്ന 5 ഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ ബ്ലോക്കിൻ്റെ തുറുപ്പ് ചീട്ടായിരിക്കും പ്രിയങ്ക ഗാന്ധി എന്നാണ്. ആ തുറുപ്പ് ചീട്ടിനെ ആയിരിക്കും ഒരുപക്ഷെ, ആ തുറുപ്പ് ചീട്ട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കൂടുതൽ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഇതൊക്കെ തീരെഴുതി BJPക്ക് എന്ന് കരുതിയിടുന്നിടത്തൊക്കെ മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. അതാണ് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ പാർലമെൻറ്റിൽ അയക്കാൻ ഒരു പൊതു തെരഞ്ഞെടുപ്പൊന്നും വേണമെന്നില്ല, ഒരു ഉപതെരഞ്ഞെടുപ്പ് മതി. ഇപ്പോൾ വയനാട്ടിലായാലും റായ്ബറേലിയിലായാലും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക്, 2ഇടത്തും രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഒരിടത്ത് പ്രിയങ്ക ഗാന്ധിയെ നിർത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മാത്രമേ അത്രമാത്രമേ പ്രാധാന്യം അതിനുള്ളൂ, പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റേച്ചർ എന്ന് വെച്ച് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത വെച്ച് എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല, ഇന്നിപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, BJP ഇതര പാർട്ടികൾ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ 3ാം തവണയും BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള നേതാവിനെ യഥാർത്ഥത്തിൽ BJPയിലെ തന്നെ പ്രമുഖ നേതാക്കൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കേവല ഭൂരിപക്ഷം എന്നുള്ള അവസ്ഥയിൽ നിന്ന് BJP പതുക്കെ തെന്നി മാറുന്നു എല്ലാ കാരണങ്ങൾ കൊണ്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Meet the editors.